ഓണത്തോട് അനുബന്ധിച്ച് തൃശ്ശൂരിൻ്റെ മാത്രമായ ഒരു പ്രാചീന കലാരൂപമാണ് പുലിക്കളി. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. വളരെ ആവേശത്തോടെ പുലിക്കളി കാണാനും പുലിക്കളിയിൽ പങ്കെടുക്കാനും ഒക്കെ തന്നെ ധാരാളം ആളുകൾ ഈ ഓണ നാളുകളിൽ എത്താറുണ്ട്. തൃശ്ശൂർ റൗണ്ടിലാണ് ഈ പുലിക്കളി നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ രസകരമായി ഒരു പാരമ്പര്യ കലാരൂപത്തെ അവതരിപ്പിക്കുന്നു. പുലിയുടെ വേഷം കെട്ടിയ ആളുകൾ, അവർക്ക് ഈ വേഷം കിട്ടുന്നതിനായിട്ട് അവർക്ക് ചില രൂപമാറ്റങ്ങളൊക്കെ അവർ തന്നെ വരുത്തുന്നു. വലിയ കുട്ടവയർ, അതുപോലെ തന്നെ തടിച്ചു തൂങ്ങിയ മാരടങ്ങൾ, പിന്നെ പുലിയുടെ പെയിൻ്റ് അടിച്ച് ഇവരെ പുലികളാക്കി മാറ്റുന്നു. അപ്പം അങ്ങനെയാണ് ഈ പുലിക്കളി. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ അതേക്കുറിച്ച് കണ്ടിട്ടുണ്ട്. തൃശ്ശൂർകാർക്ക് പുലിക്കളിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. ഇത് 1886 രാമവർമ്മ ശക്തൻ തമ്പുരാൻ ഈ ഒരു പുലികെട്ടിക്കളി എന്ന് പറയുന്ന ഒരു കളിക്ക് രൂപം നൽകി. അത് ഈ പുലിയുടെ വേഷം കെട്ടി ആളുകളെ രസിപ്പിക്കുക, പല രീതിയിൽ ചാടുക, മറിയുക, നൃത്തം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കളിയാണ്, അല്ലെങ്കിൽ ഒരു കലാരൂപമാണ് പുലിക്കളി. ഇതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഇതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും നടനുമായ VK ശ്രീരാമൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ഈ പുലിക്കളിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവച്ചത്. അദ്ദേഹത്തിന് തൃശ്ശൂരിൻ്റെ ചരിത്രമറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമറിയാവുന്ന വ്യക്തിയാണ്, എഴുത്തുകാരനാണ്, ബുദ്ധിജീവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, അഭിനേതാവുമാണ്. അപ്പം ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതിൽ വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു, അത്തരത്തിൽ ഈ പുലിക്കളിയെ അധിക്ഷേപിക്കരുതായിരുന്നു, അപമാനിക്കരുതായിരുന്നു, അതിൽ പങ്കെടുക്കുന്നവരെ ബോഡി ഷെയ്മിങ് നടത്തി പരിഹസിക്കരുതായിരുന്നു എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യമാണ്: പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസമാണ് എന്നുമായിരുന്നു പുലിക്കളി കളരിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞത്. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ഉണ്ടാവില്ല എന്നും ശ്രീരാമൻ പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്, ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം കലാവൈകൃതം ഉണ്ടാവില്ല. ഇത് ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്നാണ് ഈ കുംഭകുലിക്ക് കളിയെപ്പറ്റി പരാമർശമുണ്ട് എന്നുമാണ് സുബ്രൻ സ്വാമി പറയുന്നത്. അതാണ് ഒരു ആശ്വാസം എന്ന് വളരെ പരിഹാസരൂപേണ ശ്രീരാമൻ പറയുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ചരിത്രം ഉള്ള ഒരു കലാരൂപമാണ്. മാത്രമല്ല കേരള ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ഫോക്ലോർ അക്കാഡമിയും ഒക്കെ അംഗീകരിച്ച ഒരു കലാരൂപം കൂടിയാണ് പുലിക്കളി. അതിൽ പങ്കെടുക്കുന്നവരെ പരിഹസിച്ചും അവർക്ക് അവരുടെ ശരീരഭാഷയും ശരീര രീതികളെയും ഒക്കെ തന്നെ ഷെയിം ചെയ്തുകൊണ്ട്, ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് ഇത്തരമൊരു പോസ്റ്റ് ഇത്രയും പ്രായമുള്ള, അനുഭവസമ്പത്തുള്ള, അറിവുള്ള ഒരു വ്യക്തി പങ്കുവച്ചത് തീർച്ചയായിട്ടും അത് ശരിയായില്ല എന്ന് തന്നെ. പുലിക്കളി പലർക്കും ജീവിതമാർഗമാണ്. സിനിമയിൽ അശ്ലീലം പറഞ്ഞും ചെയ്തും ജീവിക്കുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് മനം പുരട്ടൽ ഉണ്ടാകാറുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. VK ശ്രീരാമൻ പണ്ട് അല്പം അശ്ലീലം കലർന്ന ചിത്രങ്ങളിൽ വരെ നായകനായിട്ടൊക്കെ അഭിനയിച്ചത് കുറച്ചു പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിൻ്റെ അറിവിനെയോ അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ നമ്മൾ കുറച്ച് കാണുകയല്ല, പക്ഷേ പ്രതികരിക്കുമ്പോൾ അത് എല്ലാ വശങ്ങളും നോക്കി പ്രതികരിക്കണം. കഥാപാത്രത്തിന് വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന താരങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏറ്റവും മോശം വേഷം ധരിച്ച് ഓടവൃത്തിയാക്കാൻ ഇറങ്ങുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആണിനും പെണ്ണിനും രൂപഭംഗി ഇല്ലാത്തത് തന്നെയാണ്. പിന്നെ കലയ്ക്ക് വേണ്ടി ആഭാസം എന്നൊന്നും പറയരുത്. കുറേ മനുഷ്യരുടെ ജീവിതമാണ്, കുറേ മനുഷ്യരുടെ കാത്തിരിപ്പാണ് എന്നും പലരും പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അത് കുറച്ചുകൂടി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഭരണഘടനാപരമായി. പക്ഷേ അത് മറ്റൊരു സമൂഹത്തെ, മനുഷ്യരാകുന്ന മറ്റൊരു സമൂഹത്തെ, കലാകാരന്മാരെ, അവർ നൃത്തം ചെയ്യുന്നതും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതൊന്നും ചുമ്മാ രസത്തിന് വേണ്ടിയൊന്നുമല്ല. വർഷം ഒന്നോ രണ്ടോ കളി, അല്ലെങ്കിൽ ഈ ഓണക്കാലത്ത് കിട്ടുന്ന ആ ഒരു പണം, അതാണ് അവരുടെ ആ മനുഷ്യരുടെ പ്രതിഫലം. അവർക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ ശരീരം മറ്റുള്ള ഒരു വ്യക്തിയുടെ ശരീരമോ, അവരുടെ ശരീരം ഏത് രീതിയിൽ ജിമ്മടിച്ച് നല്ല 6 പാക്ക് ആക്കണമോ, അല്ലെങ്കിൽ കുടവയർ വരുമ്പോൾ അതെന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് അവരുടെ ചോയ്സാണ്. അവർക്ക് അവരുടെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ കലാരൂപത്തിന് വേണ്ടി അവർ ആ രീതിയിൽ ചെയ്യുന്നു. ചില ആളുകൾ, പ്രാചീന കലാരൂപങ്ങളിൽ പെടുന്ന ആളുകൾ എന്താണ്,
മുടിയൊക്കെ നീട്ടി വളർത്താറുണ്ട്. നൃത്തം ചെയ്യുന്നവരൊക്കെ തന്നെ മുടി നീട്ടി വളർത്താറുണ്ട്. അതുപോലെ തന്നെ കഥകളി കലാകാരന്മാർ അവർ ക്ലീൻ ഷേവ് ചെയ്യാറുണ്ട്. അവർ മുഖം മീശയും ഒക്കെ തന്നെ എടുത്തു കളഞ്ഞാണ് നടത്തുന്നത്. അവർക്ക് ആ മേക്കപ്പ് ഇടാനുള്ള ആ ഒരു രീതിക്ക് വേണ്ടി. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനെ ഓക്കാനം വരുന്നു അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ തന്നെ അധിക്ഷേപിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.